ചങ്ങായിമാരെ മണ്ടന്മാർ ലണ്ടനിൽ നിങ്ങൾ കേട്ടില്ലേ? അതുപോലെ രണ്ട് മണ്ടന്മാരുണ്ടല്ല ഇസ്രായേൽ. മണ്ടന്മാർ ഇസ്രായേൽ എന്നല്ല പറയേണ്ടത്, രണ്ട് പൊട്ടന്മാർ മരപ്പൊട്ടന്മാർ ഇസ്രായേലിലെത്തി. ആരാണ് ആ മരപ്പൊട്ടന്മാർ എന്നല്ല നിങ്ങൾ ആലോചിക്കുന്നത്? വേറെ ആരുമല്ല, നമ്പർ 1 മരപ്പൊട്ടനായ ആർപിക് ഹുസൈനും പിന്നെ നമ്പർ 2 മരപ്പൊട്ടനായ നമ്മുടെ ഫസൽ കാരാട്ടില്ലേ, ഫസൽ കാരാട്ടും കൂടി ഉണ്ടല്ല ഇസ്രായേലിലേക്ക് പോയിട്ടുണ്ട്. ഈ രണ്ട് മരപ്പൊട്ടന്മാരും പറയുന്നറിയാം, ഇവരുണ്ടല്ല ഇസ്രായേലുണ്ടല്ല അങ്ങോട്ട് ക്ഷണിച്ചതാ പോലും. എന്തിനാന്നറിയാം? ഇസ്രായേലിനെ വേണ്ടി സോഷ്യൽ മീഡിയയിൽ പട പോയിരുന്നത് ഇസ്രായേലുകാർ കണ്ടുപോലും. അതുകൊണ്ടാണ് പോലും ഇവർ രണ്ടാളുണ്ടല്ല അങ്ങോട്ടേക്ക് ക്ഷണിച്ചത്. ഇവർ രണ്ടാൾ ഈ പറഞ്ഞ കാര്യമുണ്ടല്ല ഇസ്രായേൽ ഗവൺമെന്റ് ഇതുവരെ അറിഞ്ഞിട്ടില്ല. സംഘികളെയും ക്രിസ്തങ്കിലും സുഖിപ്പിക്കുന്നുണ്ട്. സംഘികൾ എടുത്തോടുത്ത ടിക്കറ്റിലാണ് ഈ രണ്ട് മരപ്പൊട്ടന്മാരോടല്ല ഇസ്രായേലിൽ പോയിട്ടുള്ളത്. പക്ഷെ ഇതിന്റെ രസം എന്താ വെച്ചറിയാ, ഫ്ലൈറ്റ് പിടിച്ച് പോയിട്ടുണ്ടല്ല ഇസ്രായേലിൽ പോയിട്ട് ഇസ്രായേലിലെ ജൂതന്മാരെ വായുന്നുണ്ടല്ല തന്തക്കും തള്ളക്കും വിളി കേൾക്കാനാണ് ഈ രണ്ടെണ്ണത്തിന് യോഗം. ആർപിക് ഹുസൈൻ എന്ത് ചെയ്യുന്ന ഇസ്രായേലിൽ എത്തിയ പാടില്ല ഇസ്രായേലിനെ സുഖിപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ട്. പക്ഷെ ജൂതന്മാർ നോക്കുമ്പോഴല്ല ഇവന്റെ പേര് ഹുസൈൻ എന്നല്ലേ, ഇവനൊരു മുസ്ലിം. അപ്പൊ തന്നെ ജൂതന്മാരുണ്ടല്ല വേറെ ഒന്നും നോക്കിയില്ല, തന്തക്കും തള്ളക്കും ഇരുന്നിട്ടില്ല ആർപിക് ഹുസൈന്റെ തന്തക്കും തള്ളക്കും ഒരേ വിളി. നിങ്ങളൊന്ന് ആലോചിച്ചോട്ടെ, ഫ്ലൈറ്റ് പിടിച്ചു പോയിട്ട് അവരെ സുഖിപ്പിച്ചിട്ട് അവരെ വായിന്ന് തന്നെ തന്തക്കും തള്ളക്കും വിളി കേൾക്കണ്ട ഒരുത്തന്റെ ഗതികേട് നോക്കിയാട്ടെ. എന്നിട്ട് നമ്മൾ ആർപിക് ഹുസൈന്റെ അവസ്ഥ എന്നറിയാം, അവർ തന്തക്കും തള്ളക്കും വിളിച്ചപ്പോ അതൊക്കെ ഉണ്ടല്ല അതൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട ഗതികേടാണ് ആർപിക് ഹുസൈനുള്ളത്. ഇതുപോലൊരു അവസ്ഥ ദൈവമേ ഒരു ശത്രുവിനും നീ കൊടുക്കാൻ പാടില്ല. എന്തായാലും നമുക്ക് ആദ്യം തന്നെ നമ്മൾ ആർപിക് ഹുസൈനെയും നമ്മളെ ഫസൽ കാരാട്ടിനെയും കളിയാക്കിക്കൊണ്ട് നമ്മൾ ഉസ്താദ് ഉണ്ടല്ല അൻസാരി ഉസ്താദ് ഒരു അടിപൊളി വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾ വിചാരിക്കുന്ന എന്തുകൊണ്ടാണ് ചിരിക്കുന്നത്? സത്യം ചിരി നിർത്താൻ വയ്യ, രാവിലെ തുടങ്ങിയ ചിരിയാ. എങ്ങനെ ചിരിക്കാതിരിക്കും? നിങ്ങൾക്ക് ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ ലക്ഷങ്ങൾ മുടക്കി ഫ്ലൈറ്റും പിടിച്ച് മറ്റൊരു രാജ്യത്ത് നിന്ന് തന്തക്കും തള്ളക്കും വിളി കേൾക്കുന്നത്? നിങ്ങൾക്ക് പരിചയമില്ലല്ലോ. പരിചയമില്ലെങ്കിൽ പോസ്റ്റ് വായിച്ചു. നമ്മുടെ ആർപിക് ഹുസൈനെ വലിയ കാര്യത്തെ എന്തോ വലിയ തേങ്ങാക്കൊലയാന്ന് പറഞ്ഞ് ഇസ്രായേലിലേക്ക് ചെന്നു. ഇവൻ വിചാരിച്ച് ഇവിടെയുള്ള 4-3-7 വിദ്വേഷികൾ, മാനവരാശിക്ക് ഗുണമില്ലാത്ത കുറച്ച് മനുഷ്യർ ഇവന്റെ വീഡിയോ കണ്ടിട്ട് താഴെ പോയിട്ട് ഇവനെ ഒന്ന് പുളകിതമാക്കാൻ വേണ്ടി ചില കമന്റ് ചെയ്യുന്നത് പോലെ ഇസ്രായേലിയർ ഇവന്റെ വീഡിയോ കണ്ട് ഇവന്റെ കട്ടഫാനാന്ന് പറഞ്ഞിരിക്കുക. മുസ്ലിം വിദ്വേഷം പറയുന്നുണ്ട്, അവരെല്ലാം കട്ടഫാനാണ്. എടാ എങ്ങനെയാ എന്ത് വിളിക്കുവരെന്ന് ആലോചിക്കേ. എന്റെ പൊന്നെ ആർപിക് ഹുസൈനെ 1000 ജൂതരല്ലാത്തവരെക്കാൾ ജൂതനിഷ്ടം ഒരു ജൂതനെയാണ്. നീ അത് മനസ്സിലാക്കിക്കോ. എത്ര കാലമായിട്ട് ക്രൈസ്തവ സഹോദരൻ അവിടെ താമസിക്കുന്നുണ്ട്. എത്ര വീഡിയോ സോഷ്യൽ മീഡിയ ഉണ്ടെന്നറിയാവോ? അവരുടെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ, അവരെ ചർച്ചിന്റെ മുമ്പിലൂടെ പോകുമ്പോൾ കാക്ക ചുറ്റി തുപ്പും. അത്രയും വെറുപ്പാണ് ഇവിടുത്തെ ക്രൈസ്തവ സഹോദരങ്ങൾ ജൂതന്മാർക്ക്. അതറിയാവോ? അവരോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അവരോട് കുറച്ചൊക്കെ താതാമ്യമുള്ള ക്രൈസ്തവരോട് പോലും അവരുടെ വെറുപ്പിത്രയാണെങ്കിൽ എടാ ഈ മുസ്ലിം പേരും വെച്ചുകൊണ്ട് ചെല്ലുന്ന നിന്നെ അവർ ചുരുട്ടിക്കൂട്ടി എറിയത്തില്ല മന്ദബുദ്ധി. അത് മനസ്സിലാക്കണ്ടേ? ഇവനിങ്ങനെ ഈ നാട്ടില കുറച്ച് സംഘികൾ ഇവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്നത് പുകഴ്ത്ത് കണ്ടപ്പോ വിചാരിച്ചു അവിടെ ചെല്ലുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ജൂതന്മാർ വന്നിട്ട് മാല ഇട്ടിട്ട് സ്വീകരിക്കുന്ന വിചാരിച്ചിരുന്നയാ. പോടാ ജിഹാദി എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞ് കണ്ടം വഴി ഓടിച്ച് തന്തക്കും തള്ളക്കൊക്കെ വിളിച്ചിട്ടുണ്ട് കമന്റ് ബോക്സിൽ. ഇതിനകത്ത് ഏറ്റവും വലിയ രസം പറയും, ഈ നിർഗുണം വിചാരിച്ചതേ ഇവൻ എന്റെ പ്രിയപ്പെട്ട ഇസ്രായേൽ, എന്റെ പ്രിയപ്പെട്ട ജൂതൻ മുത്താണ്, തങ്കമാണ്, തങ്കമണിയാണ്, കരളിന്റെ കാതലാണെന്നൊക്കെ പറഞ്ഞ് ഇവനങ്ങോട്ട് ചെന്ന ഉടനെ അവര് കൈവെള്ളയെ വെച്ച് പാലും തേനും ഒക്കെ കൊടുക്കുന്ന വിചാരിച്ച ഇവന്റെ പേര് ആരിഫ് ഹുസൈൻ എന്നുള്ള കാര്യം മിനിമം അതെങ്കിലും ഈ മന്ദബുദ്ധി മനസ്സിലാക്കണ്ടേ? അവര് പറഞ്ഞു പോടാ കള്ള ജിഹാദി എന്ന് പറഞ്ഞു, ഓരോ കണ്ടമഴി എന്ന് പറഞ്ഞു. വല്ല കാര്യമുണ്ടാ? ഇങ്ങനെ നാണം കെട്ട് നീ ജീവിക്കല്ലേ? തമാശ പറഞ്ഞില്ല, ഇതിനേക്കാൾ വലിയ നാണക്കേടെന്ത്? കണ്ട ഇസ്രായേലര് ഓറോ തന്തക്കും തള്ള കബറി കിടക്കുന്ന തള്ളക്ക് വരെ വിളിച്ച് അള്ളാഹുർക്ക് ഓർത്തു കൊടുക്കട്ടെ. വല്ല കാര്യമുണ്ടാ? നീ എന്താ വിചാരിച്ചത്? ഈ നാട്ടിൽ കിടന്ന് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുമ്പോൾ നിന്നെ ആരെങ്കിലും ഒക്കെ സ്റ്റേജ് കയറ്റി നിന്നെ ഇങ്ങനെ മുൾപ്പുളകം കൊള്ളിക്കുന്നത് പോലെ ജൂതന്മാര് ചെയ്യുന്ന നീ ആദ്യം ആ രോമസിംഹനൊക്കെ ചെയ്തതുപോലെ അലി അക്ബർ എന്നുള്ള പേരൊക്കെ മാറ്റി രോമസിംഹൻ അതുപോലെ പേര് നീട്. എടാ ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള പേരും വെച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നാൽ ഞാൻ പറഞ്ഞില്ല 1000 ജൂതരല്ലാത്തവരേക്കാൾ അവർക്ക് ഇഷ്ടം ഒരു ജൂതനെയാ. ഈ പേര് മാറ്റാൻ നീ അവിടെ ചെന്നിട്ട് എന്ത് കാര്യം? നീ ഒരു ജൂതന്റെ പേരിട്, അപ്പൊ നിന്നെ അവർ പൊക്കിക്കൊണ്ട് നടക്കും. വല്ല കാര്യമുണ്ടാ? ഫ്ലൈറ്റും പിടിച്ച് ഇസ്രായേലിൽ ചെന്നിട്ട് തന്തക്കും തള്ളക്കും ഒക്കെ വിളി എടുത്തോണ്ട് പോണ ജിഹാദി എന്നൊക്കെ വിളിച്ചത്. മോനെ ഇനി വന്നിട്ടെ ആ AC ഇട്ട മുറിയിരുന്ന് യൂട്യൂബിലാ കോയാക്കോൾ അതുപോലത്തെ പരിപാടി നടത്തും. നിനക്ക് അതാ പറ്റിയ പണി. നീ അവിടെ ചെല്ലല്ലേ, നിന്റെ കൂടെ വേറത്തെ മാത്രമുണ്ടോ? എന്താ ഫസല് കോരോട്ട് അവന്റെ ആ കണ്ണൊക്കെ ഉന്തളിച്ച് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവര് കാലേ വാരി നിലത്തടിക്കും. നിനക്ക് ജൂതന്മാരെ അറിയാൻ വയ്യത്തോണ്ട് അതുകൊണ്ട് ഇഞ്ഞു വാ, എന്റെ മക്കളെ ഇഞ്ഞു വാ, വേവാ തന്തക്ക് വിളി കേട്ട് കഴിഞ്ഞെങ്കിൽ വാ, വരി സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡിൽ
എന്റെ അൻസാരി ഉസ്താദെ, ഇവന്മാർ ഇങ്ങനെയൊന്നും കളിയാക്കാൻ വേണ്ടട്ടാ. ഒന്നുമില്ലെങ്കിലല്ല ബുദ്ധിയും വിവരമില്ലാത്ത മരപ്പൊട്ടന്മാരല്ലേ ഇവർ രണ്ടാളും. ആ ഒരു പരിഗണനയുണ്ടല്ലോ ഈ രണ്ട് മരപ്പൊട്ടന്മാർക്കും ഉസ്താദ് കൊടുക്കണം കേട്ടാ. നമ്മൾ ആർപി ഹുസൈൻ എന്താ വിചാരിച്ചെന്നറിയാം, ഇവിടെ ഇരുന്നിട്ട് ജൂതന്മാരെ അങ്ങ് സുഖിപ്പിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ എത്തുമ്പോഴില്ല ജൂതന്മാർ ഇവനാ പൊന്നാടിയിട്ട് സ്വീകരിക്കുന്നതാണ് ഈ ആർപി ഹുസൈൻ വിചാരിച്ചത്. പക്ഷെ ഈ ജൂതന്മാരുണ്ടല്ല, അവരെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടല്ല, അവരെ കാര്യം കഴിഞ്ഞാൽ ചവിട്ടി ഓടിക്കുന്ന കാര്യമില്ല. നമ്മൾ ഈ ആർപി ഹുസൈൻ ഇതുവരെ മനസ്സിലായില്ല. ജൂതന്മാർ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കില്ല അവരാവശ്യത്തിന് അല്ലാണ്ട് അവരാരെയും സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ബോധവും ദൈവമുണ്ടല്ല ഈ രണ്ട് മരപ്പൊട്ടന്മാർക്കും കൊടുത്തിട്ടല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ടുണ്ടല്ല, അതിന്റെ ഇടയ്ക്ക് നമ്പർ 2 മരപ്പൊട്ടനില്ലേ ഫസൽക്കാരാട്ട് ഇസ്രായേൽ എത്തിയിട്ട് ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നോക്കിയാലോ. ആ ഫോട്ടോക്ക് നമ്മളെ മരപ്പൊട്ടൻ ഫസൽക്കാരാട്ട് ഉണ്ടല്ല കുറച്ച് ഡയലോഗ് ചെയ്തിട്ടുണ്ട്. ആ ഡയലോഗ് നമുക്കൊന്ന് വായിക്കാം. പ്രിയപ്പെട്ടവരെ, ഭാരതത്തിന്റെ ഉറ്റ സുഹൃത്തായ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക ക്ഷണപ്രകാരം വിശുദ്ധ ജെറുസലേമിന്റെ മണ്ണിലെത്തിയിരിക്കുന്നു. വിശദ വിവരങ്ങൾ നാളെ മുതൽ. സുഡാപ്പികളും ജിഹാദികളും ഇസ്രായേൽ വിരുദ്ധരും കുരക്കട്ടെ, നമ്മുടെ ജൈത്രയാത്ര തുടരും. എന്റെ ഫസൽക്കാരാട്ടെ, നിന്നോടുള്ള ചെറിയൊരു സ്നേഹത്തിന്റെ മുകളിൽ ഞാൻ എന്നോട് പറയട്ടെ, നിന്റെ ജൈത്രയാത്ര ഉണ്ടല്ല തൽക്കാലം ഇസ്രായേലിൽ നിന്ന് നടത്താൻ നിൽക്കണ്ടട്ടാ. കാരണം നിന്റെ ഗുരുവായ ആർപി ഹുസൈൻ ഉണ്ടല്ല അവിടെ എത്തിയിട്ട് ഒരു പോസിറ്റീവ് അതിന്റെ താഴെയിടല്ല ആർപി ഹുസൈനെ തന്തക്കും തള്ളക്കും തെറിവിളിയാണ്. ആ തെറിവിളിക്കുന്നത് മലയാളികളും അറബികളും അല്ലട്ടാ, ആ തെറിവിളിക്കുന്നത് നിന്റെയൊക്കെ ജൂതന്മാരാണ്, നല്ല അസല് ജൂതന്മാർ. അതുകൊണ്ട് നീ എങ്ങാനുണ്ടല്ലോ നിന്റെ ഇസ്രായേലി ജൈത്രയാത്രയായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെങ്ങാനും ജൂതന്മാർ കണ്ടെങ്കിൽ എന്റെ ഫസൽക്കാരട്ടെ നിന്നിട്ടില്ല, നിന്നെ കണ്ടം വഴി ജൂതന്മാർ ഓടിക്കും. പിന്നെ നമ്മൾ മലയാളികൾ കാണുന്ന നിന്റെ വീഡിയോ എന്തായിരിക്കും അറിയാം, അണ്ടർവെയർ ഇല്ലാതെ നീ ഇസ്രായേലിന്റെ തെരുവിലൂടെ ഓടുന്ന ഓട്ടായിരിക്കും. അതുകൊണ്ട് നീ തൽക്കാലം ഉണ്ടല്ല ഇസ്രായേലിന്റെ തെരുവിലൂടെ ജൈത്രയാത്ര നടത്താൻ നിൽക്കണ്ടട്ടാ. നീ അത് പിന്നെ അണ്ടർവെയർ ഇല്ലാത്ത ഓട്ടത്തിലായിരിക്കും തീരുന്നത്. ഇനി നമുക്കുണ്ടല്ല ഈ രണ്ട് മരപ്പൊട്ടന്മാർ നെതന്യാഹുവിനെ ന്യായീകരിക്കാൻ വേണ്ടി, നെതന്യാഹുവിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിൽ പോയപ്പം ശരിക്കും ഇസ്രായേൽ നെതന്യാഹുവിന്റെ അവസ്ഥയുണ്ടല്ല, ആ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ അവസ്ഥ പറഞ്ഞിട്ടില്ല വേറെ ആരുമല്ല, ന്യൂസ് 18 ചാനലിലെ സംഖ്യയുടെ എല്ലാമായ ന്യൂസ് 18 ചാനലിൽ അവര് തന്നെയാണ് ഇന്നത്തെ ദിവസം നെതന്യാഹുവിന്റെ അവസ്ഥ, ഇസ്രായേലിന്റെ അവസ്ഥ തുറന്നു പറഞ്ഞത്. ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഒരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് പുറത്തുവരുന്നത് അത് ഇസ്രായേലിൽ നിന്നാണ്. അതായത് യുദ്ധത്തിൽ വിജയിച്ചത് ഇറാനാണ് എന്നാണ് 92% ഇസ്രായേലികളും വിശ്വസിക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തുവരികയാണ്. നെതന്യാഹുവിനെതിരെ വലിയ ജനവികാരം നിഴലിക്കുന്ന സർവേയാണ് ഇസ്രായേൽ യൂണിവേഴ്സിറ്റി നടത്തിയത്. നെതന്യാഹു യുദ്ധം മികച്ച രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്ന് വിശ്വസിക്കുന്നവർ വെറും 26.5% ആളുകൾ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ നിലവിൽ വന്നതോടെ കനത്ത രാഷ്ട്രീയ തിരിച്ചടിയേറ്റത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചാമിൻ നെതന്യാഹുവിനാണ് എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് പുറത്തുവരുന്നത്. നമുക്കറിയാം ഈ വർഷം അവസാനം ഇസ്രായേൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പിൽ നെതന്യാഹുവിന്റെ തുരുപ്പുചീട്ടായിരുന്നു ഈ യുദ്ധം അവസാനിക്കുന്നത് അമേരിക്കയും ഇറാനും തമ്മിൽ കരാറിൽ ഒപ്പിടുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട തരത്തിൽ ബാധിക്കുന്ന നെതന്യാഹുവിനെ ആയിരിക്കും എന്ന സംശയമില്ല. ഈ ജെറുസലേമിലെ പ്രശസ്തമായ ഹീബ്രു യൂണിവേഴ്സിറ്റി നടത്തിയ ഏറ്റവും പുതിയ സർവേയിലാണ് നെതന്യാഹു സർക്കാരിനെ പൂർണ്ണമായും പ്രതിക്കൂട്ടിലാക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ഉള്ളത്. യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു എന്ന് പറയുന്നു. യുഎസും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച സമാധാന കരാറിന് പിന്നാലെ ജൂൺ 17-നും 20-നും ഇടയിലാണ് ഈ നിർണായക സർവേ നടന്നത്. നെതന്യാഹുവിനെ കണ്ണുമടച്ച് പിന്തുണയ്ക്കുന്ന തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരായ ഇസ്രായേലികളിൽ പോലും 93% പേരും വിശ്വസിക്കുന്നത് ഇറാൻ തന്നെയാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്നുള്ളതാണ്. ഒപ്പം നിങ്ങൾ കണ്ടില്ല ജൂതന്മാർ തന്നെയല്ല നെതന്യാഹുവിന്റെ തന്തക്കും തള്ളക്കും തെറി വിളിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പോഴാണ് ഇവിടുന്നുണ്ടല്ല കെട്ടി രണ്ട് വർണ്ണങ്ങൾ അവിടെ പോയിട്ട് നെതന്യാഹുവിനെ വെളുപ്പിക്കുന്നത്. അവിടുത്തെ ജൂതന്മാരെങ്ങാനുണ്ടല്ല ഈ രണ്ട് വേട്ടാവളിയന്മാർ നെതന്യാഹുവിനെ വെളുപ്പിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ രണ്ടെണ്ണത്തിനുണ്ടല്ല പെട്ടിയിൽ അടക്കി തിരിച്ചു കൊണ്ടുവരാൻ ഒന്നും ജൂതന്മാർ ബാക്കി വെക്കൂല. അതുകൊണ്ട് എനിക്ക് രണ്ട് വേട്ടാവളിയന്മാരോടും പറയാനുള്ളത്, നിങ്ങളുടെ ഇസ്രായേൽ ആ ജൈത്രയാത്രയിട്ടില്ല, അത് തൽക്കാലം നിർത്തലാക്കിയിട്ടില്ല, തടി കഴിച്ചിലായിക്കോ. അങ്ങനെ തടി കഴിച്ചിലാക്കി തിരിച്ചിങ്ങി വന്നാൽ ഇവിടെ വന്നിട്ട് കിട്ടില്ല, നിങ്ങൾ നെതന്യാഹുവിനെ എത്ര വേണമെങ്കിലും വെളുപ്പിച്ചോ. അങ്ങനെ വെളുപ്പിക്കുമ്പോൾ ഒന്നുമില്ലെങ്കിൽ കിട്ടില്ല, സംഘികളും ക്രിസ്ത്യങ്കിലും ഉണ്ടല്ല നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. അല്ലാണ്ട് അവിടെ നിന്ന് അങ്ങനെ വെളുപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ജൂതന്മാരെ അടികൊണ്ടിട്ടായിരിക്കും ഇന്ത്യക്ക് അന്ത്യം. അപ്പോഴെന്തായാലും ഫ്ലൈറ്റ് വിളിച്ചു പോയിട്ട് തന്തക്കും തള്ളക്കും വിളികെട്ട ആർപി ഹുസൈനും ഫസൽ കാരാട്ടിനും എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.